നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ചലച്ചിത്ര ലോകം. പ്രകമ്പന എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ്. കഴിഞ്ഞ 25 ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് നവാസ് താമസിച്ചിരുന്നത്. റൂം വെക്കേറ്റ് ചെയ്തിട്ടും നവാസിനെ കാണാനില്ലെന്ന് കണ്ട് അന്വേഷിക്കാൻ റൂം ബോയ് എത്തിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന നവാസിനെ കാണുന്നത്. കലാഭവൻ നവാസ് റൂമിലെ വാതിലിനരികിൽ വീണ് കിടക്കുകയായിരുന്നുവെന്നും റൂം ലോക്ക് ചെയ്തിരുന്നില്ലെന്നും ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു. ഹോട്ടലിൽ ഉണ്ടായിരുന്ന മറ്റു സിനിമാ താരങ്ങൾ മുറി ഒഴിഞ്ഞിട്ട് നവാസിനെ കാണാതായോടെ റിസപ്ഷനിൽ ചെന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ ഫോണിൽ കിട്ടാതായോടെ നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂം ബോയ് വാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത്. ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ ജീവൻ ഉള്ളതുപോലെ ആണ് തോന്നിയതെന്നും എന്നാൽ ആശുപത്രി എത്തിയപ്പോഴേക്കും മരിച്ചുവെന്ന് ഹോട്ടൽ ഉടമ സന്തോഷ് പറഞ്ഞു. റൂം ചെക്കൗട്ട് ആണെന്ന് പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അടുത്ത റൂമിലുണ്ടായിരുന്ന നടൻ അസീസ് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നവാസിനെ കാണാതായപ്പോഴാണ് റൂം ബോയ് പോയി നോക്കിയത്. ഡോർ തുറന്നപ്പോൾ നവാസ് താഴെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. കൺമുന്നിൽ നോർമലായി നടന്നു പോയ ആളാണ് പിന്നെ കാണുന്നത് ഇങ്ങനെയാണ്. ആശുപത്രിക്ക് ആംബുലൻസിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്ന് ഹോട്ടൽ ഉടമ സന്തോഷ് പറഞ്ഞു. ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹനയാണ് ഭാര്യ. മലയാളത്തിലെ നിരവധി നടന്മാരെ പോലെ മിമിക്രി വേദിയിലൂടെയാണ് നവാസിന്റെയും കലാജീവിതത്തിന്റെ തുടക്കം. 1995 പുറത്തിറങ്ങിയ ചൈതന്യ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അരങ്ങേറ്റം. മിമിക്രി കലാകാരന്മാരുടെ ജീവിതം പശ്ചാത്തലമാക്കുന്ന മിമിക്സ് ആക്ഷൻ 500 എന്ന ചിത്രവും അതേ വർഷവും എത്തി. ഹിറ്റ്ലർ ബ്രദേഴ്സ്, ജൂനിയർ മാൻഡ്രേക്ക്, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദാമാമ, തില്ലാന തില്ലാന തുടങ്ങിയ ചിത്രങ്ങളിലെ റോളുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് അഭിനയിച്ചതിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. താരസംഘടന അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിലും നവാസ് സജീവ സാന്നിധ്യമായിരുന്നു. അതിനാൽ തന്നെ പ്രിയ സഹപ്രവർത്തകന്റെ ആകസ്മിക നിര്യാണത്തിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകം. നവാസിന് സിനിമകളിൽ അധികം നല്ല വേഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ കിട്ടിയ വേഷങ്ങളിൽ ഒരുപാട് തമാശകളുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മൈ ഡിയർ കരടി എന്ന സിനിമയിലും അതുപോലെ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളിലായിരുന്നെങ്കിൽ പോലും കോമഡി ഉണ്ടായിരുന്നു. ചട്ടമ്പി നടന്ന സിനിമയിലൊക്കെ മമ്മൂട്ടിയോടൊപ്പം ഒരു സീനുണ്ട്. തെങ്ങേ കയറുന്ന ഒരാളെ നോക്കി കണ്ടില്ലേ മല്ലയ്യ, അവൻ്റെ ശുഷ്കാന്തി എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് ആവശ്യമില്ലാത്തൊക്കെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ മമ്മൂട്ടി. അങ്ങനെ കുറേ കോമഡി സീനൊക്കെ നവാസിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പപ്പുവിനോടൊപ്പം കൊടകര കൊടകര എന്നൊക്കെ പറഞ്ഞുള്ള കോമഡി ഓർത്തിരിക്കാൻ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മിമിക്രി കാസറ്റും അതുപോലെ മിമിക്രി ഷോകളും ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇവരുടെയൊക്കെ ആ ഒരു പ്രകടനമൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതമൊക്കെ തോന്നിയൊരു കാലമാണ്. പല ശബ്ദങ്ങൾ അനുകരിക്കുന്ന നവാസിന് സിനിമയിൽ വലിയ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അടുത്ത കാലത്ത് അദ്ദേഹം എന്താ പറയുക ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തു വന്ന സമയത്ത് ഈ ഒരു പോക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് വർഷങ്ങൾ എന്താ